അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അവ്വലു മൻ ആമന ബിഹി അബൂബക്കർ. എന്നെക്കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ട് നാം ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തട്ടിലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത്, കനം കൂടിയിട്ടുള്ളത്. കാരണം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നാമും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെയുടെ മദ്ഹ് കാവ്യങ്ങൾ ധാരാളം പാടിക്കൊണ്ട് റൗള ഷരീഫിൽ കരഞ്ഞ്, അങ്ങയോടുള്ള മഹബ്ബത്ത് കൊണ്ട് എൻ്റെ കണ്ണുനീര് പറ്റിയിട്ടില്ല എന്ന് പറയുകയും, അങ്ങനെ റൗള ഷരീഫ് തന്നെ തുറന്നു വന്നതായ അത്ഭുത സംഭവമാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടുള്ളത്. നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ്. അങ്ങനെ നാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ധാരാളമായിട്ട് സ്നേഹിക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മൻ സ്വല്ലാ അലൈഹി അശറ സ്വലവാത്ത്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു തആല ചൊല്ലുന്നതാണ്. 10 സ്വലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ 100 സ്വലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളമിയിൽ നമ്മളെ അവിടുത്തെ ശുപാർശ കിട്ടുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.